നിന്റെ തടസ്സങ്ങളെല്ലാം ഇന്ന് തന്നെ വഴിമാറും. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിന്നെ തകർക്കുന്ന എല്ലാ സ്പിരിറ്റും ഇന്നത്തെ ആരാധനയിൽ വഴിമാറും. പൗലോസ് പറയാ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. രണ്ടാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. പൗലോസ് പറയുക, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇപ്പൊ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവരോട് ഞാൻ പറയാം, നമ്മളിൽ ജീവിക്കുന്നത് ആരാണ്? ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേ, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താലത്രേ ഞാൻ ജീവിക്കുന്നത്. പറയാം, ഞാൻ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പൊ എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാ. പക്ഷെ എന്നാൽ ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എനിക്ക് വേണ്ടി. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. നിന്റെ തടസ്സങ്ങളെല്ലാം ഇന്ന് തന്നെ വഴിമാറും. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. ഓ ഹല്ലേലൂയ. നിന്നെ തകർക്കുന്ന എല്ലാ സ്പിരിറ്റും ഇന്നത്തെ ആരാധനയിൽ വഴിമാറും. പൗലോസ് പറയാ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, അവനിൽ ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ വീടിനകത്ത് അസാധാരണമായ ചില കാര്യങ്ങൾ നടക്കാൻ പോവാ. നീ ഒരാൾ മതി പ്രാർത്ഥിക്കാൻ. നിന്നെ പിന്മാറ്റത്തിൽ കൊണ്ടുപോകാൻ പലരും നോക്കുന്നുണ്ട്. വിട്ടുകൊടുക്കരുത്, പിടിച്ചു നിൽക്കണം വിശ്വാസത്തിൽ. പൗലോസ് പറയാ, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതുമാണെന്ന് പറഞ്ഞ് അവരെ ഉറപ്പിച്ചു. ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. ഒരു വഴിയും നിനക്കില്ല, പക്ഷെ വഴി ഉണ്ടായി വരാൻ പോവാ. എന്നോട് ഒരൊറ്റ കാര്യം, ഇന്ന് സ്തോത്രകാഴ്ച കിട്ടിയാലും വിശ്വാസം പറയണം. ഞാൻ വിശ്വസിക്കുന്നു. പൗലോസ് പറയാൻ, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ധൈര്യമുണ്ടോ? നിന്റെ ചുറ്റുപാടുകളുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് ചങ്കൂറ്റത്തോടെ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു പറയാൻ ധൈര്യമുണ്ടോ? അവിടെയാണ് ഒരു മനുഷ്യന്റെ വിജയം സംഭവിക്കുന്നത്. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ തയ്യാറാകുക. അവിടെ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകും. നോക്കിക്ക്, ആ സ്ത്രീ പറയുക, അവന്റെ വസ്ത്രമെങ്കിലും ഒന്ന് തൊട്ടാൽ സൗഖ്യമാവും. അവൾ ഒരു പുസ്തകത്തിലെ വാക്യം പഠിച്ചിട്ട് പറഞ്ഞല്ല, അവിടെ അകത്തെ വിശ്വാസമാണ്. ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ സൗഖ്യമാകുമെന്ന് വിശ്വസിക്കണം. ഞാൻ എനിക്ക് ആർക്കുമില്ലാത്ത വഴി എനിക്ക് തുറക്കുമെന്ന് വിശ്വസിക്കണം. വിശ്വസിക്കുന്നവനിൽ അത്ഭുതം നടക്കാൻ പോവാ. പൗലോസ് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു. ബാക്കി പറയാോ, വിശ്വാസം ഞാൻ കാത്തു. അപ്പൊ വിശ്വാസം എന്ത് ചെയ്യേണ്ടതാ? ചോർന്നു പോകാതെ കാക്കണം. പ്രതിസന്ധി വരുമ്പോൾ വിശ്വാസം പോവുമല്ലാണോ? ആണോ? ചെല്ലു പറയാം, എൻ്റെ പാസ്റ്ററെ, ഞാനീ പ്രാർത്ഥിക്കാനൊക്കെ വന്നത് ഒരു പ്രശ്നവും വരത്തില്ലെന്നൊക്കെ വിചാരിച്ച അല്ല. ആ പ്രശ്നത്തിൻ്റെ നടുവിലും വിശ്വസിക്കണം. ദൈവം അത് ചെയ്യാൻ പോവാ. ഞാനൊരു സന്തോഷ വാർത്ത പറയാം. പ്രശ്നം കൊടുമ്പിരി കൊള്ളുമ്പോൾ മനസ്സിൽ പറഞ്ഞോണം, എന്തോ ഭയങ്കര കാര്യം നടക്കാൻ പോവാ. നീ ജനിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു മഹാത്ഭുതം നിന്റെ കാര്യത്തിൽ നടക്കാൻ പോവാ. സാഹചര്യം കണ്ട് നിരാശപ്പെടരുത്, ധൈര്യം ചോരരുത്. നീ വിശ്വസിക്കുന്ന പോലെ ചില കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ നടക്കും. ഇവിടെ പൗലോസ് പറയാ, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. രണ്ടാമത് അവരുടെ നടുവിൽ പൗലോസ് പ്രഖ്യാപിക്കുക, എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ 276 പേര് 14 ദിവസം പേടിച്ചത് നടക്കത്തില്ല. ഞാൻ ഇന്നലെ കേട്ടത് മാത്രം നടക്കും. ഒരാമയും വരുന്നില്ല. ഈ യോഗത്തിന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ലോകത്തിനറിയാത്തത് ദൈവം നിനക്ക് പറഞ്ഞു തരും.
ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക. ചിലർ ചില ദേശം വിടാൻ പോവുക, ചിലർ ചില പട്ടണം വിടാൻ പോവുക, ചിലരെ ദൈവം ഒരു യഹോവത്ത് ഒരുക്കി തരാൻ പോവുക. ചിന്തിക്കാത്ത സ്ഥലത്ത് തമ്പുരാൻ ചിലത് ഒരുക്കാൻ പോവുക. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറഞ്ഞു, നീ കേട്ടത് അതുപോലെ. അബ്രഹാമിനോട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ പിള്ളാരെ തരാം. പക്ഷേ സയൻസ് പറയുന്നു, സ്തോത്രം, ഇനിയും പിള്ളേരുണ്ടാകത്തില്ല. ഏത് വിശ്വസിക്കും? ദൈവം പറഞ്ഞത് വിശ്വസിക്കും. ക്ഷാമം കൊടികുത്തി വാഴുമ്പം പ്രവാചകൻ പറയാം, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ഒരളവ് നടക്കാൻ പോവാ. എന്ത് വിശ്വസിക്കും? സാഹചര്യമല്ല, ദൈവത്തിൽ നിന്നുള്ളത് വിശ്വസിക്കണം. സഖറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവന്റെ ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? ഉത്തരം, അത് സംഭവിക്കുന്നിടം വരെ നീ മിണ്ടണ്ട. കാരണം നിന്റെ വാ കൊള്ളത്തില്ല, നിനക്ക് വിശ്വാസം വരാൻ അറിയത്തില്ല. വിശ്വസിക്കുന്നവൾ വീട്ടിൽ തുള്ളിച്ചാടും. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്ന് ദൈവത്തിന്റെ ദൂത് പറയാം. ദൈവത്തിന്റെ ദൂത് വിശ്വസിക്ക. അവൻ തിരുവായി കൊണ്ട് അരുളി ചെയ്യുകയും ഇന്ന് കാണുന്നത് പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിക്കുകയും ചെയ്യും.